അത് സിംഗിള് ആഘോഷല്ലേ. എല്ലാം ഉണ്ടല്ലോ ഇല്ലേ? ഹായ്, എൻജോയ് ചെയ്യുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു പൊങ്കൽ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ധനുഷ് വെട്ടിമാരൻ കോംബോയില് വന്ന ഫസ്റ്റ് ടൈം വന്ന മൂവിയാണ് പൊല്ലാതവൻ. അപ്പൊ അതിലെ ഫസ്റ്റ് ടൈം സീൻ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സോങ് ആണ് വരുന്നത്. അപ്പൊ എന്തായാലും 1-2 കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സോങ് ഫേവറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് ആ സോങ് ജയപ്രകാശിന്റെ മ്യൂസിക്, അതുപോലെ തന്നെ പാട്ട് പാടി ആരാന്ന് അറിയില്ല കേട്ടോ, നമുക്ക് കേട്ടോക്കാം. കല്യാണ വീട്ടിലമ്പി പാട്ട് മാറ്റം ഓ വൈബ് വൈബ് ധനുഷ് വൈബ് സോങ്. അതും സ്റ്റെപ്പ് ഉണ്ടോ? എനർജി, ധനുഷ് എനർജി. ഇങ്ങനെയാണ് ലപ്പാക്കണത്. അത് കൊറേ സ്ഥലത്ത് സിംഗിൾ എടുക്കുന്നത് കട്ട് ചെയ്യണ്ട്. நல்ல நேரம் பார்த்து பார்த்து முதல் ரபு போடுறவனே சொல்ல முடியுமா? 2 விரலில் சிகரெட்டு வச்சு இழுக்கும் போது தீப்பந்தா பழைய சோத்த அருகும் போது ஆனந்தமா கனவு இல்ல கவலை இல்ல இவனை போல எவனும் இல்ல இந்த வயசு தானா வேற வயசு இல்ல அழகான சிக்கலன்னா அவன்தான் மனசவில்லை. അത് സിംഗിള് ആഘോഷല്ലേ. എല്ലാം ഉണ്ടല്ലോ ഇല്ലേ? അങ്ങനെ വെച്ചേക്കണ ആ ഒരു ബീറ്റ് ഇട്ടിട്ട് ഇവിടെ മാറ്റി. கூட்டத்துல பட்டாம்பூச்சி போல வந்து பம்பரமா ஆட போறேன் பொங்க முன்னாலே மாடி வீட்டு மாடத்துக்கா பால மீன் போல பாடி கண்ணாலே நரம்பு எல்லாம் முறுக்கு ஏற நடனமாக போறேடா மல்லு பேட்டி மாப்பிள்ள போயா மச்சான் கூட ஆடேடா. നിന്നാ അല്ലായിരിക്കും ഡാൻസ് കളിക്കണം. മറ്റേ
ആള് റെഡിയായി വൈബിൽ കയറി. ഇവിടെ ബ്രദർ ഇപ്പുറത്തുള്ള സംസാരമായിരുന്നില്ലേ? ആണോ? ആ ലിറിക്സ് ലൈനൊക്കെ പക്കാ ലോക്കലാണ്. അയ്യോ വാള് വെച്ചിട്ടുണ്ടല്ലോ. വാള് 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 ലവാക്കി അല്ലേ? ആ. ശരിക്കും ഈ സോങ് നമ്മള് കണ്ടിട്ടില്ലാണ്. കേട്ടിട്ട് എവിടേക്കോ കേട്ടോ ഞാൻ മറ്റേ ആ ഒരു ലൈൻ കേൾക്കുന്ന സമയത്ത് എവിടെയോ ഒരു മറ്റേ ഒരു ഇതില്ലേ ട്യൂണില്ലേ, അത് കേൾക്കുന്ന സമയത്ത് എവിടെയോ കേട്ടോണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി കേട്ടിട്ടില്ല. പക്ക മീനിങ് കിട്ടും. അതായത് എന്താ പറയാ, ആ ഒരു ഭയങ്കര കൂൾ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് എല്ലാ സംഭവം അതിനകത്തുണ്ട്. അത് ആ ലിറിക്സിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നത്, അച്ഛന്റെ പൈസ കൊണ്ട് ഞാൻ ബിയറടിക്കും, എന്താ പറയാ SMS അയക്കും, അതുപോലെ തന്നെ ബസ്സിൽ വിസിലടിക്കും. അതായത് ആ ഒരു പ്രായത്തിൽ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ആ ഒരു സോങ്ങിൽ പറയുന്നുണ്ട്. പിന്നെ മാക്സിമം എന്താ പറയാ, ആ ഒരു മാരേജിന്റെ സ്ഥലം കൊളാക്കാൻ ഒരു അങ്ങനെ പറയാം. കാരണം വെച്ചാല് ആ ഒരു ആ കല്യാണ ചക്കനോടൊക്കെ അവസാനം ഏകദേശം ഡാൻസ് കളിച്ചു തുടങ്ങിയില്ല, ആ ഒരു വൈബിലോട്ട് കയറി അങ്ങനെ ഒരു സാധനം എല്ലാവരും. കാരണം യൂഷ്വലി മാരേജ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഇറക്കി പിടിച്ചിരിക്കും. അപ്പൊ അതിനകത്ത് പലർക്കും ഉണ്ടായിരിക്കും ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഏകദേശം ആ ഒരു സിനിമാറ്റിക് വേയിൽ തന്നെ നമ്മൾ കാണിച്ച് ശരിക്കും നമ്മളെ വെട്രിമാരുടെ മറ്റു മൂവീസ് കാണുന്ന സമയത്ത് ടോട്ടലി ഡിഫറെന്റ് ആണ് കേട്ടോ. അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ ആ ഒരു വെട്രിമാരുടെ സ്റ്റൈൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് കുറച്ചൊരു വ്യത്യാസമാണ്. അത് കുറച്ചും കൂടി എന്താ പറയാ, നമ്മള് പറയില്ലേ, കുറച്ചും കൂടി അഭിനയ പ്രാധാന്യം, ആർട്ടും സാധനങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേറെ ക്ലാസിക് ലെവലിലാക്കാൻ തുടങ്ങി. ഇതും ക്ലാസിക് പടം തന്നെയാണ്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് ഈ പടത്തിന് അത്രയും ഫാൻസ് ഉള്ളത്. ആൻഡ് അത് മാത്രല്ല, ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ചൊരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എനിക്ക് ആഡ് ചെയ്താൽ തോന്നുന്നു. അതും കറക്റ്റ് ആയിട്ടുള്ള ധനുഷിന്റെ എലമെന്റ് കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഡാൻസ് ഒരു രക്ഷയിലാണ്. എല്ലാത്തിലും ആ ഒരു വെട്രിമാരൻ ടച്ച് എവിടേക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സീൻ എന്താ സംഭവം നോക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ സീനിൽ നമ്മുടെ മുരളിച്ചേട്ടനെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുരളിച്ചേട്ടനെ ഈ സിനിമയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് നമുക്കറിയാം നാഷണൽ അവാർഡ് വിന്നിങ് ആക്ടറും കൂടിയാണ്. അപ്പൊ എന്തായാലും ഒരു നല്ല സാധനം എന്തായാലും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം ധനുഷിന്റെ പടങ്ങളിൽ ഇമോഷൻസ് നല്ല രീതിയിൽ കളിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. അത്രയേ ഉള്ളൂ. അടിച്ചു കളിക്കാൻ പൊങ്കൽ എല്ലാവരും.